ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നത് എൻ്റെ വണ്ണമാണ്. എന്താ എനിക്കുള്ള ഇപ്പോഴുള്ള വയറേ കാണും. ഈ വയറിൽ നിന്ന് എനിക്ക് ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ചിന്തിക്കും. വേസ്റ്റ് ലൈൻ വാസ് എക്സ്പാൻഡിങ്. ഇതൊരു ഒരു പ്രശ്നമാണ്. നമ്മുടെ വേസ്റ്റ് ലൈൻ കൂടി നിൽക്കുന്നത് പ്രശ്നമാണ്. നമുക്ക് സാധാരണയിൽ ബാൻ ചെയ്താൽ അത് പോകത്തില്ല. കാരണം ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തേക്കാം. സബ്ക്യൂട്ടീസ് ഫാറ്റാണ്. നമ്മൾ തൊലിപ്പുറത്ത് ഇങ്ങനെ നമുക്ക് പിടിച്ചാൽ കാണാം. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ കാണുന്നില്ലേ? ആ പിടിച്ചാൽ കാണുന്നത് സബ്ക്യൂട്ടീസ് ഫാറ്റാണ്. ഈ ഫാറ്റ് വെച്ചാൽ തൊലിക്കടിയിൽ ഫാറ്റാണ്. വേറൊരു ഫാറ്റുണ്ട്, ഇത് വിസറൽ ഫാറ്റാണ്. വിസറൽ ഫാറ്റ് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ചുറ്റും ഇങ്ങനെ പൊതിയുന്നൊരു ഫാറ്റുണ്ട്. ഇത് വിസറൽ ഫാറ്റാണ്. ഇത് രണ്ട് ഫാറ്റും ഡെപ്പോസിറ്റ് നിൽക്കണേ. ഫിക്സഡ് ഡെപ്പോസിറ്റ് വരും, പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കൂടെ തരും. അതിനാണ് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് ഫാറ്റ് ബേണർ. ഫാറ്റ് ബേണർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് വേറെ ഒന്നുമില്ല. ഇത് ഉടമ്പുളി ഇതിനകത്തുണ്ട്. അതൊരു മെയിൻ ഫാക്ടറാണ് ഉടമ്പുളി. പിന്നെ കടുക്കതിനകത്തുണ്ട്, ഞെരിഞ്ഞില്ല. ഇതൊക്കെ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇത് നമ്മുടെ വണ്ണം ഫാറ്റിനെ ഫിക്സ് ഡെപ്പോസിറ്റ് ഇരിക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ വേറെ സാധനമാണ് ഫാറ്റ് ബേണർ പ്രീമിക്സ്. ഈ ഫാറ്റ് ബേണർ പ്രീമിക്സ് മേലെ ഇത് ഉണ്ട്. ഇതാണ് കുറേ സാഷേഴ്സ് ഉണ്ടാകും. ഈ സാഷേഴ്സ് ഒരു സാഷ എടുക്കുക. ഈ ഒരു സാഷ എടുത്ത് വെള്ളത്തിൽ കലക്കി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുക. പൊടിക്കുക, കലക്കുക, കുടിക്കുക. പ്രീമിക്സ്. അതിന് സമയവും കാര്യമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ഒരു ഗുളിക. ഈ ഇതിനകത്തൊരു ഒരു ഗുളിക എടുക്കുക. ഇത് ഗുളിക. ഈ ഗുളിക എടുത്ത് നമ്മൾ ഫാറ്റ് ബേണർ ക്യാപ്സൂളാണ്. ഈ ക്യാപ്സൂള് ആദ്യം എടുത്ത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ്. ഇപ്പോൾ ഞാനിപ്പോൾ സമയം വെച്ചുകൊണ്ടത് 8 മണിക്ക് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ ഞാൻ 8 മണിക്ക് ഇത് കഴിക്കാൻ. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത കഴിക്കാനുള്ളത് 8 മണിക്ക് കഴിക്കാനുള്ളത് ഈ പ്രൊഡക്റ്റാണ്. ഇത് പല പല ഫ്ലേവറുണ്ട്. ഇത് നമ്മളെ ഭക്ഷണത്തിന് പകരമുള്ള മീൽ റീപ്ലേസ്മെൻറ്റ് ഫോർ വെയിറ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ 2 നേരം കഴിക്കാം. വണ്ണം കുറവാണ് എന്നാൽ നമുക്കൊന്ന് ഒരു മാസം അവർക്ക് 1 മാസം കഴിക്കാം. വണ്ണമുള്ളവർക്കാണെങ്കിൽ ഒരു 3 മാസം കഴിക്കാം. ഇത് കുറയുന്ന കാര്യം ഉറപ്പാണ്. അതിനകത്തുള്ള കണ്ടന്റ് എല്ലാം നാച്ചുറൽ കണ്ടന്റ്. ഇത് നമുക്ക് ഒരു വലിയൊരു ഇതിരുന്ന ഭക്ഷണത്തിന് പകരമുള്ള എല്ലാ പോഷകാഹാരവും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മീൽ റീപ്ലേസ്മെൻറ്റ്. ഇത് കൂടാതെ നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് ഒരു ഗ്യാപ്പിനകത്ത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാലത്താണെങ്കിൽ കാലത്തൊരു 7 മണിക്ക് നമ്മളെ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ കഴിച്ച ശേഷം നമുക്ക് അങ്ങനെ പറയാം 8 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വരെ എന്ത് ചെയ്യാം? അതിന് പകരം മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്ക് കുടിക്കാം. എന്താ മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്ക്? ഇതിനകത്ത് നമ്മൾ സാധാരണ ഈ മീൽ റീപ്ലേസ്മെൻറ്റ് ഒരു സ്കൂപ്പ് എടുക്കുന്ന സ്കൂപ്പ് ഉണ്ട്. സ്കൂപ്പ് ഞാൻ ഷോ ചെയ്യും. സ്കൂപ്പ് ഈ ഒരു സ്കൂപ്പ് നമ്മുടെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു സ്കൂപ്പും അതിനൊന്ന് കൂടിയിട്ട് നമുക്ക് അത്രയും വെള്ളം ചേർക്കുക. സ്കിമ്മിഡ് മിൽക്ക് ഉപയോഗിക്കുക. സ്കിമ്മിഡ് മിൽക്കാണെങ്കിൽ നമ്മൾ പാടെ മാറ്റിയ പാല് അത് ഉപയോഗിച്ച് നമുക്ക് ഷേക്കാക്കി അത് കുടിക്കാം. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പോഷകാഹാരം അതിനകത്തുണ്ട്. അപ്പോൾ പ്ലാന്റ് പ്രോട്ടീൻ നമുക്ക് വേണം. ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഷേക്കായി. അതിനുശേഷം ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചില്ല, മീൽ റീപ്ലേസ്മെൻറ്റ് കഴിച്ചു. ഒരു 12 മണി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് ഇതൊരു സാഷ പൊട്ടിച്ച് നമ്മൾ അത്രയും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുക. അത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതും കിട്ടുന്ന ഫാറ്റ് ബേണർ മിക്സാണ്. ഇതിനകത്ത് ഇതുപോലെ എക്സ്ട്രാ ഉള്ളത് അതിനകത്ത് ക്യാപ്സൂളിനകത്ത് ഉടമ്പുളിയും മറ്റേ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റും
പിന്നെ ഗാർസീനിയ നമ്മളെ ഞെരിഞ്ഞിലൊക്കെ ഉള്ള കണ്ണനാണെങ്കിൽ ഇതിനകത്തുള്ളത് ആ ലാസ്റ്റ് ഞെരിഞ്ഞിലിന് പകരം പെപ്പറിനാണ്, കുരുമുളകിൻ്റെ എക്സ്ട്രാക്റ്റും ഒപ്പം നമ്മുടെ ജിഞ്ചറും ഇഞ്ചിയുടെ എക്സ്ട്രാക്റ്റും ഉള്ളത്. അപ്പോൾ അതെന്നറിയാം, അത് നമുക്ക് ചായ പോലെ വെള്ളത്തിൽ കലക്കി കുടിക്കാം. ഒരു 12 കുടിച്ച ശേഷം ഒരു 1:30 ആകുമ്പോൾ നമുക്ക് നിങ്ങളുടെ ലഞ്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലഞ്ചിൽ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കരുത്. കാര്യം വണ്ണം കുറയ്ക്കുക നമ്മൾ പ്രധാന ലക്ഷ്യം. ഇത് മനസ്സിൽ ഫോക്കസ് കൊണ്ട് നിങ്ങളും അങ്ങോട്ടുള്ള സമയത്ത് മുമ്പോട്ട് പോകാറുണ്ട്. അപ്പോൾ എന്ത് ഭക്ഷണം ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നടക്കില്ല. അപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി ഈ കാര്യം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്ന വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒപ്പം പിന്നെ അതിനുശേഷം ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു, ഒരു ചപ്പാത്തി ചോറ് 4-1 ആക്കുക, അവിടെ ഒരു ചപ്പാത്തിയും ചോറും കഴിക്കുക, ഏറ്റവും നല്ലത്. ബാക്കിയുള്ള 2 ഭാഗം പച്ചക്കറി ഫില്ല് ചെയ്യുക. പിന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പ്രീ മിക്സ് അപ്പോൾ ഇത് എപ്പോഴാണ് കഴിക്കണത്? കാലത്ത് കഴിച്ചു, പിന്നെ ഒരു 4-4:30 കഴിച്ചു, ഇതും ഒന്ന് കഴിക്കുക. അപ്പോൾ 2 പ്രീ മിക്സായി, ഒരു ഫാറ്റ് ബേണറായി, ഒരു ഷേക്കുമായി. ഈ വൈകിട്ടത്തെ 7 മണിക്ക് ഫുഡ് കഴിക്കുക. ഇതിനറിയോ, 7 മണിക്ക് കുടിക്കുക. പിറ്റേ ദിവസം കാലത്ത് നിങ്ങൾക്ക് 8 മണിക്ക് കഴിക്കുകയാണെങ്കിൽ 12 മണിക്കൂർ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ കുറേ ഫാറ്റ് ആ 12 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, അത് ബേൺ ചെയ്ത് പോകും. ഇടയ്ക്ക് വേറെ ഫുഡൊന്നും കഴിക്കരുത്, വെള്ളം കുടിച്ചോളൂ, കുഴപ്പമില്ല, കഴിക്കേണ്ട വരില്ല, വിശപ്പ് പോകുന്നില്ല, വിശപ്പ് മുഴുവൻ ഇത് മാറ്റി തന്നോളൂ. അത് നമുക്ക് ക്രേവിങ്ങാണ്, ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള ആവേശം ഉണ്ടാവില്ല. അത് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം ഇത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക. ഇതൊരു നമുക്കൊരു തിരിച്ചറിവാണ്, വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി വന്നേക്കുന്നത്. ഇതാണ് നല്ല വെയിറ്റുള്ളവർക്ക് ചെയ്യാനുള്ള കാര്യം. ഇത് ഒരു 3 മാസം ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു വണ്ണം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അമിതമായിട്ടുള്ള വണ്ണം മുഴുവൻ കുറയ്ക്കാൻ പറ്റും. ഇനി ഇത് മാറിയിട്ട് അല്ലാത്ത കണ്ടീഷനാണെങ്കിൽ ഇവർ വെയിറ്റ് മാനേജ്മെൻറ്റ് മാത്രമാണെങ്കിൽ 1-1-2 കാലത്ത് ഒരു ഫാറ്റ് ബേണർ കാലത്ത് 7 മണിക്ക് കഴിച്ചു, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചോളൂ, കുഴപ്പമില്ല. അതിനുശേഷം 12 മണിക്ക് ലഞ്ചിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ പ്രീമിക്സ് ഒരു സാഷ കഴിക്കാം. ദെൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചോളൂ. പിന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് പിന്നെയും പ്രീമിക്സ് ഒരു സാഷ പൊട്ടിച്ച് വെള്ളത്തിൽ കലക്കി നമുക്ക് കുടിക്കാം. പിന്നെ വൈകിട്ട് ലഞ്ച് സപ്പർ ഡിന്നർ നമുക്ക് ഒഴിവാക്കാം. അതിന് പകരം നമ്മൾ ഷേക്ക് പിന്നെയും ഒരു സ്കൂപ്പ് നമ്മുടെ ഈ ബോട്ടിൽ കാണുന്ന ഷേക്കിൻ്റെ ഇപ്പോൾ കാണിച്ച സ്കൂപ്പിൽ വരണവും ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറും അതുകൂടി കലക്കി ഒരു സ്കിമ്മിഡ് മിൽക്കിനകത്ത് കലക്കി ഷേക്കായി കുടിക്കുക. അത്രേ ഉള്ളൂ. അത് ചെയ്ത് നിങ്ങൾക്കൊരു 1-1.5 മാസം കൊണ്ട് നിങ്ങളുടെ അത്യാവശ്യം കുറവേറും, അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ണം മുഴുവൻ ഒരു 5-8 കിലോ വണ്ണമൊക്കെ അതുകൊണ്ട് മാനേജ് 1.5 മാസം 2 മാസം കഴിച്ചാൽ മതി. ഇങ്ങനത്തെ ശക്തമായ ഒരു പാക്കേജ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ ഞാൻ ക്രമകാരം പറയാം, 1-2-2 നല്ല വണ്ണമുള്ളവർക്ക്. അത് നിങ്ങൾ കനഡ മെഷീൻ ഉപയോഗിച്ച് ആ മെഷീനിൽ കയറി നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കാനിങ് മുഴുവൻ കിട്ടും. കനഡ മെഷീൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൊച്ചിൻ MLC-ലും ട്രിവാൻഡ്രം MLC-ലും ഇത് അവൈലബിൾ ആണ്. അത് എല്ലാ ഹെൽത്ത് സെൻ്ററിലും ഇത് ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ DP-കളിലൊക്കെ എല്ലാം വരുന്നുണ്ടാവും. സോ എല്ലാവരും പ്ലാൻ ചെയ്യുക. കനഡ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് എത്ര ഫാറ്റ് ഉണ്ട്, എത്ര വിസറൽ ഫാറ്റ് ഉണ്ട്, എത്ര BMI നിങ്ങൾക്കുണ്ട്, നിങ്ങളെ സബ്ക്യൂട്ടീസ് ഫാറ്റ് എത്രയാണ്, നിങ്ങളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സോ ഷുഗർ പുറത്ത് നോക്കുക, നമുക്ക് പ്രഷറും ബാക്കിയുള്ള കാര്യം നമുക്ക് കനഡ മെഷീനിൽ കിട്ടുന്നുണ്ടാവും. സോ ഒന്ന് പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യത്തോടെ ഫിറ്റ്നസ് റെവല്യൂഷനിൽ എല്ലാവരും ഭാഗമാക്കുക. ഇങ്ങനൊരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് ആദ്യമായിട്ട് നമുക്ക് കാണിച്ചു തന്ന കമ്പനിയുടെ MD മിസ്റ്റർ സമീർ കുമാർ മോഡി സാറാണ്. ഞാൻ സ്ഥാനം ആദ്യം ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. സാറ് ഒരു 105 കിലോ തൂക്കത്തിൽ നിന്ന് 78 കിലോ കുറയ്ക്കാൻ ഈ ഇൻഡസ്ട്രിയിൽ സാധിച്ചു. അതുപോലെ നമ്മൾ റിജിറ്റ് സാറ് 13 കിലോത്തിന് വണ്ണം കുറച്ചു. അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കൂടെ അവൈലബിൾ ആണ്. സോ എല്ലാവരും തയ്യാറെടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.